എന്നെ വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? കനി വിവാഹത്തിന് തയ്യാറല്ലെന്ന് ഫാദർ ജോസിനെ അറിയിക്കുന്നു. കനിയല്ലാതെ മറ്റൊരു പെണ്ണ് തന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് ജോസ്. ജോസിന്റെ മുന്നിൽ നിന്നും കനിയെ രക്ഷിക്കണമെന്ന് കപ്പ്യാർ ഫാദറിനോട് പറയുന്നു. സ്കൂളിലേക്ക് പോകണമെന്ന് ഉണ്ണിക്കുട്ടനോട് പറയുന്ന കനി. തുടർന്ന് കാണുക. അന്നക്കുട്ടി, അബദ്ധമാവോ? എന്തബദ്ധ? നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിലാർക്കും ഒന്നും പറയാനുമില്ല. അതൊക്കെ ശരി തന്നെ. എന്നാലും വാങ്ങിച്ചില്ലെങ്കിലോ? ഓ, വാങ്ങിക്കാതിരിക്കൊന്നുമില്ല. ആഹാ, ബേബിച്ചായോ, ഇതെന്നതാ രാവിലെ തന്നെ രണ്ടുപേരും കൂടി? അല്ല, ഇതെന്നതാ പ്രാർത്ഥിക്കാനുള്ള വരവല്ലെന്നാ തോന്നുന്നേ. അത് ആ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഏത് കൊച്ചിനെ? ആ, ഇവിടെയുള്ള ആ കൊച്ചില്ലേ കനി, പിന്നെ ആ മണിക്കുട്ടി. ഇന്നലെ അവരെ കണ്ടതു മുതൽ അന്നക്കുട്ടിക്ക് ഇരിക്കപ്പുറതിയില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചെന്ന് പറഞ്ഞാ മതി. അതെ, ആ കുട്ടികൾ ആരോരും ഇല്ലാത്തവരാന്ന് അറിഞ്ഞതോടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ചിന്തകളൊക്കെ കാട് കയറുന്നു. അവരെ കണ്ട് വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാമല്ലോ എന്ന് കരുതി. എന്നതാ ഇത്? ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കണമെന്നാണല്ലോ പ്രമാണം. അത് ശരി. ഞാനും അധികമൊന്നും ഇല്ലാത്ത ഒരു പാവമാന്നേ. നമുക്കും കൂടി എന്തെങ്കിലും തന്നേക്കണേ. വായിച്ചായ അത് ശരി. കാണുന്നവര് അവരെ അങ്ങ് സ്നേഹിക്കുകയാന്നല്ലോ. അതിനു മാത്രം അവർക്ക് എന്ത് മഹിമയാണുള്ളത്? ചിലര് കല്യാണം ആലോചിക്കുന്നു, വേറെ ചിലര് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്റെ കർത്താവേ? മതിയാൻ ചേച്ചി, പോരാ. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നല്ലേ, അവിടെ വേറെയും കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോ ഉണ്ണിക്കുട്ടൻ ഒട്ടും മോശമാവാൻ പാടില്ല. മോളെ, ഉണ്ണിക്കുട്ടൻ ഇത് എവിടേക്കാ? സ്കൂളിലേക്ക്. ആ, ഉണ്ണിക്കുട്ടനെ പള്ളിവക സ്കൂളിൽ ചേർത്തു. അവിടെ തന്നെ താമസിച്ച് പഠിക്കണം. ആഴ്ചയിലേ വരാനൊക്കൂ. എല്ലാ ദിവസവും വരാൻ പറ്റിയിരുന്നെങ്കിൽ. കനിച്ചേച്ചിയും മണിക്കുട്ടിയും പിരിഞ്ഞിരിക്കാനുള്ള ആ വിഷമം കൊണ്ടല്ലേ മോൻ അങ്ങനെ പറയുന്നത്? സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഉണ്ണിക്കുട്ടൻ ഭാഗ്യവാനാ. പൊന്നു പോലത്തെ കനിച്ചേച്ചിയെ കിട്ടിയില്ലേ. കനിയെപ്പോലൊരു മകളുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോവാ. ആ ഒരു ഭാഗ്യം മാത്രം കർത്താവ് തന്നില്ല. ദാ, മണിക്കുട്ടിക്കുള്ള കളിപ്പാട്ടങ്ങളും പിന്നെ നിങ്ങൾക്കുള്ള സാധനങ്ങളുമാ വാങ്ങിച്ചു. ഉണ്ണിക്കുട്ടിനെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലല്ലേ മോള്? നടക്കട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതാരൊക്കെയാ? രണ്ടാളും നേരവും കാലവും നോക്കാതെ എന്നും പള്ളിയിലേക്ക് വരുന്നുണ്ടല്ലോ. എന്തു പറ്റി? എന്നിട്ട് അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. അതെ, ഞങ്ങൾ ആ കൊച്ചിനെ ഒന്ന് കാണാൻ പോയതാ. അത് പിന്നെ അന്നക്കുട്ടിക്ക് ആ കൊച്ചിനെ വല്ലാതെ അങ്ങ് പിടിച്ചു. ഏത് നേരവും ആ കൊച്ചിനെ കുറിച്ച് പറയാനേ ഇവക്ക് നേരമുള്ളൂ. കുറുമ്പത്തിയാണവൾ. ആദ്യം എന്നോടെടുക്കാനും ഇത്തിരി മടി കാണിച്ചു. ഇപ്പൊ നല്ല കൂട്ടായി. കുഞ്ഞിനെ എടുത്താ താഴെ വെക്കാനേ തോന്നില്ല. നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. അല്ല അച്ചോ, മണിക്കുട്ടിയുടെ കാര്യമല്ല, കനിയെക്കുറിച്ചാ പറഞ്ഞത്. കനിയെ ഇപ്പോ അന്നക്കുട്ടി ഒരു മകളെ പോലെയാ കാണുന്നത്. അതാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. എന്ത് നല്ല സ്വഭാവം ആ കുട്ടിയുടേത്. നല്ല മുഖശ്രീ. ഏത് നേരവും കനിയെക്കുറിച്ച് പറയാനേ ഇവൾക്ക് നേരമുള്ളൂ. എന്തോ ആ കുട്ടിയോട് വല്ലാത്തൊരടുപ്പം തോന്നുന്നു. എന്റെ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ.
എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സല്ലേ നിങ്ങളുടേത്. അങ്ങനെയുള്ള മനസ്സ് ദേവാലയത്തിന് സമമാണ്. ആഹാ, മിടുക്കനായിട്ടുണ്ടല്ലോ. ഞാൻ ഉണ്ണിക്കുട്ടനെ സ്കൂളിലാക്കിയിട്ട് വരാം. ആ ബാഗിങ് തരൂ. ഉണ്ണിക്കുട്ട, വാ മുന്നേ. മോളെ, അവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിയുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരാം. മോളെ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ പോട്ടെ. വായിച്ചയാ. ആ. ഈനാശൂട്ടാ, ആ, ഇതെങ്ങോട്ടാ ഈ സഞ്ചിയൊക്കെ ആയിട്ട്? പള്ളിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇപ്പൊ അതും എന്റെ തലയിലായി. അതെന്ത് പറ്റി? നേരത്തെ ഈ പണിയൊക്കെ ചെയ്തിരുന്നത് വേറൊരാളല്ലേ? ജോസിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അവളെ അല്ലേ ഉദ്ദേശിച്ചത്, ആ കനിയെ. ചിലരുടെയൊക്കെ ഞരമ്പ് രോഗം കാരണം പണി കിട്ടിയത് എനിക്കാ. അവളെ ഇനി പുറത്തൊന്നും വിടരുതെന്ന അച്ഛന്റെ തീരുമാനം. നേരത്തെ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തിരുന്നത് സോഫിയായിരുന്നു. കനി വന്നപ്പോൾ സോഫിയോട് വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരലും മറ്റുമൊക്കെ കനിയുടെ പണിയായി. അതാ ഇപ്പൊ എന്റെ തലയിലായേ. അവളെ ഇനി പുറത്തേക്കൊന്നും വിടാൻ പാടില്ലെന്നാ അച്ഛൻ കൽപ്പിച്ചിരിക്കുന്നേ. അവളെ ഒരു മഹാസംഭവമാക്കി വച്ചിരിക്കുക അച്ഛൻ. എടാ, അവളുടെ കൂടെ ഒരു ചെറുക്കനുണ്ടല്ലോ, അവനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ ഏർപ്പാടാക്കിയിരിക്കുക. അവനെ സ്കൂളിൽ ചേർക്കാനായി കൂട്ടിക്കൊണ്ടുപോയിരിക്കുക അച്ഛൻ. ഓ, അവനെ പഠിപ്പിച്ച് മൈസ്രേട്ടാക്കാനാണോ അച്ഛന്റെ പരിപാടി? മജിസ്ട്രേറ്റ് ആയില്ലെങ്കിലും ഒരു പ്യൂണെങ്കിലും ആയാൽ മതിയായിരുന്നു. അച്ഛന്റെ വേണ്ടാത്ത ഓരോ പണികളെ. ഈനാശൂട്ടാ, അച്ഛന്റെ കൂടെ ആരൊക്കെയാ പോയത്? അവളും പോയിട്ടുണ്ടോ കൂടെ? അവളും പോയാൽ ഞാൻ കുടുങ്ങിയനെ. ഒരു കൊച്ചില്ലേ അവിടെ, അതിന് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ പൊടി കൊച്ച് കനിയുടെ ജീവനാ. കനിയും കൂടെ പോവുകയാണെങ്കിൽ അതിനെയും കൊണ്ടുപോകും. അത് അവിടെ സ്വൈരക്കേടാവും. കനിയെയും കുഞ്ഞിനെയും ഇവിടെ നിർത്തി ആ ചെക്കനെയും കൊണ്ട് അച്ഛൻ സ്കൂളിൽ പോയിരിക്കുന്നേ. എടാ ജോസേ, നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. അച്ഛന്റെ കാവലുള്ളിടത്തോളം കാലം നിന്റെ ഒരു വേലത്തരങ്ങളും നടക്കില്ല. അച്ഛൻ സ്ഥലം മാറി പോകുന്നവരെയൊന്നും കാത്തിരിക്കാനാകില്ല എനിക്ക്. അവളുടെ പ്രാണനാണല്ലേ ആ കുഞ്ഞ്. അവളിപ്പോ അവിടെ തനിച്ച്. വഴിയുണ്ട്. അന്നക്കുട്ടി, നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ അച്ഛൻ സമ്മതിക്കുവോ? അച്ഛൻ സമ്മതിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ അച്ഛൻ. പുതുതായിട്ടൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്കും ഒരു പൊരുത്തമുള്ളതുപോലെ തോന്നുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? കാലങ്ങളായുള്ള കാത്തിരിപ്പിന് ഒരു അറുതി ഉണ്ടായി എന്ന് കരുതാം. ഇത് നടക്കും. അച്ഛനോടുകൂടി സംസാരിച്ചിട്ട് ഉറപ്പിച്ചാ പോരെ അന്നക്കുട്ടി. കളിച്ചേട്ടാ, അതേ അച്ഛൻ ഇവിടുന്ന് പോവല്ലേ. അപ്പൊ ഇങ്ങനൊരു കാര്യം പറഞ്ഞ അച്ഛന് സന്തോഷാവേ ഉള്ളൂ. ബാ, ബാ, ബാ. കണ്ടോ? ആ, കിളി കിളി കിളി. കനിയെ കാണുന്നില്ലല്ലോ. അവളിതെവിടെ പോയി? ജോസ് അല്ലേ അത്? ജോസേ, ജോസ് എന്താ ഇവിടെ? അല്ല, ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ. അച്ഛൻ പുറത്തു പോയിരിക്കാ ജോസേ. ഓ, അതാണല്ലോ ഇവിടെ നിന്ന് കാണാത്തത്. എങ്ങനെ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. ആ ആ ഇച്ചായ, ആ, ഈ ജോസ് അല്ലേ അന്ന് കനിയോട്? അതെ. അവൻ എന്നത്തിന് ഇവിടെ വീണ്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നേ? എന്തെങ്കിലും ആകട്ടെ അന്നക്കുട്ടി, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ആ, കനിയെത്തിയല്ലോ. ഇനി നമുക്ക് പോവാം. മോള് വന്നിട്ട് പോകാന്നും കരുതിയിരിക്കായിരുന്നു ഞങ്ങള്. മോളെ, ഞങ്ങള് പോട്ടെ.
മണിക്കുട്ടി, നമുക്ക് പോവാം. മണിക്കുട്ടി, ദേ നോക്കി, കടല് കണ്ടോ? നോക്കി, കണ്ടോ? കടല് കണ്ടോ? നോക്കടാ. പേടിക്കണ്ട, ഞാൻ തന്നെയാ ജോസ്. കനി, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? ഞാൻ വല്ലാതെ മോഹിച്ചു പോയി നിന്നെ. ഈ കടല് പോലെ എന്റെ മനസ്സ് ഇങ്ങനെ തിര അടിച്ചോണ്ടിരിക്കുക. അതടങ്ങണമെങ്കിൽ നീ ഒന്ന് മനസ്സ് വെക്കണം. എല്ലാറ്റിലും വലുത് നിനക്ക് ഈ കുഞ്ഞാണല്ലേ. എനിക്കിപ്പോ വലുത് നീയാ. അവിടെ നിൽക്കണേ, നിന്റെ ഒരു കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ കിട്ടാ. ഒച്ച ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഒന്നും ആരുമില്ല. ഈനാശോട്ട സാധനം വാങ്ങാൻ പോയി. അച്ഛൻ നിന്റെ അനുജനെ സ്കൂളിൽ ചേർക്കാൻ പോയി. തരാം, പക്ഷേ ഞാൻ പറയുന്നിടത്ത് നീ വരണം. നിനക്കെന്നെ ഇഷ്ടമല്ലല്ലേ? എന്നെ കെട്ടാൻ പറ്റില്ലല്ലേ നിനക്ക്? എന്നുവെച്ച് എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിന്നെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും. എനിക്ക് വേണ്ടുന്നത് നീ തരണം. അപ്പോ നിനക്ക് വേണ്ടുന്ന മണിക്കുട്ടിയെ ഞാൻ തരും. നല്ല രീതിയിൽ നിന്റെ അടുത്തേക്ക് വന്നതല്ലേ ഞാൻ. അപ്പൊ നിനക്ക് അഹങ്കാരം. കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. നിനക്ക് വേണ്ടി അടിമുടി മാറിയവനാ ഞാൻ. എന്റെ കൂട്ടുകാരുൾപ്പെടെ പലതും ഞാൻ ഒഴിവാക്കി. ഈ കുഞ്ഞാണല്ലേ എല്ലാത്തിനും തടസ്സം. ഇതിനെ ഞാനങ്ങ് കടലെറിയട്ടെ. വേണ്ടെങ്കി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാ നീ. നീ ഒന്ന് സമ്മതം മൂളിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ കല്യാണം നടന്നിട്ടുണ്ടാവും. അതും പറഞ്ഞ എന്റെ കൂട്ടുകാരിപ്പ എന്നെ കളിയാക്കുന്നത്. എന്നും തലയുയർത്തി പിടിച്ച് നടന്നിരുന്ന ജോസിന് ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ വേണം. ഈ കനി ഭക്ഷിച്ചിരിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നടത്തി കൊടുക്കണം എനിക്ക്. അങ്ങോട്ട് മാറിക്കടി. ഇവിടുന്ന് വലത്തോട്ട് നേരെ വരുമ്പോ ചെറിയൊരു ഓടിട്ട കെട്ടിടം കാണും. ഞാൻ അവിടെ ഉണ്ടാവും. അവിടെ വന്ന കുഞ്ഞിനെ കിട്ടും. ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കടപ്പുറത്ത് കാത്തിരുന്നാ മതി. മൂന്നാം പക്കം കരക്കടിയുന്ന കുഞ്ഞിന്റെ ശവത്തിനു വേണ്ടി. മണിക്കുട്ടി, എന്താ? എന്തു പറ്റി? ആ ജോസ് മണിക്കുട്ടിയും കൊണ്ടുപോയി. മണിക്കുട്ടിയും കൊണ്ടുപോയെന്നോ? എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് തല കറങ്ങുന്നു. എന്റെ മണിക്കുട്ടി പോയി. അവൻ നിന്നെ വല്ലതും ചെയ്തോ? എന്നൊന്നും ചെയ്തില്ല. മണിക്കുട്ടിയെ കൊണ്ടുപോയി. എന്തിനാ ജോസ്? എന്തിനാ മണിക്കുട്ടിയെ കൊണ്ടുപോയേ? ആ കൊച്ചു കുഞ്ഞിനെ അവനെന്തിനാ? പറയേ, ശരിക്കും എന്താ ഉണ്ടായേ? അച്ഛനെത്തിയും തോന്നുന്നു. കനിയെ വെറുതെ വിട്ടിട്ട് ജോസ് എന്തിനാ കുഞ്ഞിനെയും കൊണ്ടുപോയേ?
എന്താ കനി? എന്ത് പറ്റി? മണിക്കുട്ടി, മണിക്കുട്ടിക്ക് എന്താ പറ്റിയത്? ആ ജോസ് വന്ന് മണിക്കുട്ടി എടുത്തോണ്ട് പോയി. എന്റെ മണിക്കുട്ടി. ജോസ് എന്തിനാ മണിക്കുട്ടിയെ കൊണ്ടുപോയത്? അത് പറ, എന്താ ഉണ്ടായത്? എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിലാ ജോസ് വന്നത്. അയാൾ പറഞ്ഞ സ്ഥലത്ത് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ അടുത്ത് ഒരു കെട്ടിടം ഉണ്ടത്ര, അവിടെ ചെല്ലാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ചെന്നില്ലെങ്കിൽ മണിക്കുട്ടിയെ കടലിൽ എറിയുമെന്നും പറഞ്ഞു. എനിക്ക് അവിടെ പോവാൻ പറ്റില്ല അച്ഛോ. എനിക്ക് എന്റെ മണിക്കുട്ടിയെ വേണം. നീ കരയാതെ, മണിക്കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ആ ജോസ് നല്ല ആളാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. അയാൾ പറഞ്ഞതുപോലെ എങ്ങനെ ചെയ്യുമെങ്കിൽ എന്റെ മണിക്കുട്ടി ഇല്ലാതെ ഞാനൊരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. നീ സമാധാനിക്കും. ഹലോ ഹലോ, എസ് ഐ അല്ലേ? ഞാൻ ഫാദർ ജോസഫ്. അതെ, ഒരു കാര്യം പറയാനാ വിളിച്ചത്. സാറൊന്ന് ഇവിടം വരെ ഒന്ന് വരണം. കഴിയുന്നതും വേഗം ഇങ്ങോട്ട് വരണം. അർജന്റാ. ശരി സാർ. പേടിക്കണ്ട, പോലീസ് ഇപ്പം എവിടെ എത്തും. ജോസിന്റെ കയ്യിൽ നിന്ന് മണിക്കുട്ടിയെ രക്ഷിച്ചെടുക്കും. അതോടെ ജോസിന്റെ കളി അവസാനിക്കും. ജോസ് കർത്താവിനെ മറന്ന് കളിച്ചു. അതിനുള്ള ശിക്ഷ അവന് കിട്ടിയേ തീരൂ. അതെ, നിന്നെ എനിക്ക് വേണ്ട. നിന്നെ ഒന്നും ചെയ്യേയില്ല. എനിക്ക് വേണ്ടത് അവളെയാ, കനിയെ. ഞാൻ ആദ്യം കരുതിയത് നിന്റെ തള്ളയാവളെന്നാ. എന്നാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി. പക്ഷേ അവൾക്ക് പറ്റില്ലത്ര. അതുകൊണ്ടാ ഞാൻ ഈ പണി കാണിച്ചത്. പാവമായി ജോസിനെ മോശക്കാരനാക്കിയത് അവള് തന്നെയാ. അവളിപ്പോഴിങ്ങെത്തും. നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ വരും. വരില്ലേ മണിക്കുട്ടി? ജോസേ, ഇത് നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇവൻ പ്രതീക്ഷ കനിയല്ലേ? വന്നതോ ഞങ്ങളും. അവന്റെ മോന്ത കണ്ടില്ലേ? ഓടോ. ജോസ്, കീരിക്കാടൻ ജോസ്. പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നവൻ. എന്നാ പറഞ്ഞ പോലെ ചെയ്യടാ. കനി വന്നില്ലെങ്കിൽ ഈ കുഞ്ഞിനെ നീ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? കടലിലെറിയോന്ന്. പിന്നെ ഈ കുഞ്ഞിന്റെ ശവം 3-ാം പക്കമേ കിട്ടുകയുള്ളൂ. കുഞ്ഞിനെ കൊണ്ടുപോകും. ജോസേ, കാര്യസാധ്യത്തിനായി പെണ്ണിനെ സ്വന്തം മാളത്തിലെത്തിക്കാൻ കൊച്ചു കുഞ്ഞിനെ കരുവാക്കുന്നതൊക്കെ ചീപ്പ് നമ്പറല്ലേടാ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ കണ്ട് ചളിച്ചു പോയതാ ഇതൊക്കെ. ന്യൂ ജനറേഷൻ ഐറ്റം ഒന്നും നിനക്ക് വശമില്ലേ? അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പറഞ്ഞത് ഇതിനെയാ. ഓ, എന്തായിരുന്നു ഇവന്റെ അഭിനയം! മീൻ കൊണ്ടുവരുന്നു, സ്തുതി പറയുന്നു, കല്യാണക്കാര്യം പറയുന്നു, ഞാൻ തന്നെ പെണ്ണിനെ സെലക്ട് ചെയ്ത് തരണമെന്നും പറയുന്നു. ഉള്ളത് പറയാലോ, നീ നന്നായി എന്ന് തന്നെയാ ഞാൻ കരുതിയത്. അതുകൊണ്ടാണല്ലോ നിനക്ക് വേണ്ടി ഞാൻ കനിയോട് സംസാരിച്ചത്. അതെന്റെ വലിയ പിഴ. കനിയെ ഇവിടെ വരുത്തിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു നിന്റെ പ്ലാൻ? പറയടാ. ഇത്തരം അധമ ചിന്തകൾ ഉള്ളവരാണ് നാടിൻ്റെ ശാപം. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം. കനിയുടെ ജീവനാണ് മണിക്കുട്ടിയെന്ന് മനസ്സിലാക്കിയ നീ വൃത്തികെട്ട കളി കളിച്ചത്. മണിക്കുട്ടിക്ക് വേണ്ടി കനി എവിടെ വേണമെങ്കിലും വരുമെന്ന് ഇവൻ കണക്ക് കൂട്ടി. നിന്റെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു. കനി വരുമായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ദൈവം ഇടപെട്ടു. ഇനി എങ്ങാനും നിന്നെ ആ പരിസരത്ത് കണ്ടാൽ കരിഞ്ചന്തക്കാരെയും കൊള്ളപ്പലിശക്കാരെയും ചാറ്റവാറ കൊണ്ടടിച്ചും കുന്തമുന കൊണ്ട് കുത്തിയുമുള്ള ചരിത്രമുണ്ട് യേശുദേവന്. അതൊക്കെ വേണ്ടി വന്നാൽ ഞാനും ചെയ്യും. ഫാദർ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ട്. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ചുരുങ്ങിയതേ ഒരു 6 മാസത്തേക്ക് പുറത്തു വരാത്ത വിധം
ഇവനെ ഞാൻ അകത്തിട്ടോളാം. സ്ത്രീകളോടുള്ള കടന്നാക്രമണത്തിന് ജാമ്യം പോലും കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് നടക്കട്ടെ. പക്ഷേ പന്തി ജോസിന്റെ ഗ്രൗണ്ടിൽ തന്നെ വരും. 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞാലും ഞാൻ തിരിച്ചെത്തും. അവളെ വീടില്ല ഞാൻ. ആഗ്രഹിച്ച എല്ലാം നേടിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതും ഞാൻ നേടിയിരിക്കും. നിർത്തടാ. അഭ്യാസം കാണിക്കാൻ നീ ഇനി നേരെ നിന്നിട്ട് വേണ്ടേ? ഇവനങ്ങനെ പലതും പുലമ്പും. ഫാദർ അതൊന്നും കാര്യമാക്കണ്ട. കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോ. ഇവനെ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. ശരി, താങ്ക് യു. ഇങ്ങോട്ട് വാടാ. നടക്കാം.